അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. പ്രിയമുള്ളവരെ, മദ്രസകളൊക്കെ തുറക്കുകയാണ്. ബഹുമാനപ്പെട്ട തഴ ഉസ്താദ് പാടിയതുപോലെ ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കട്. ഒരു വണ്ടിക്ക് ബ്രേക്ക് എത്രത്തോളം നിർബന്ധമാണെന്ന് നമുക്കറിയാം. അതുപോലെയാണ് ഒരാളുടെ ജീവിതത്തിൽ ആത്മീയമായ വിദ്യാഭ്യാസം നൽകുന്ന പങ്ക്. കേരളത്തിലെന്നല്ല, ലോകത്ത് ആത്മീയമായ മദ്രസകൾ കൊണ്ട് നടക്കുന്ന വലിയ വിപ്ലവങ്ങൾ, നന്മകളിലേക്ക് ചെറുപ്രായത്തിൽ തന്നെ മക്കളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതിന് ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായ മദ്രസ വിദ്യാഭ്യാസം, അതിൻ്റെ തുടക്കത്തിലാണ് നാം ഉള്ളത്. മക്കളെയൊക്കെ മദ്രസകളിലേക്ക് പറഞ്ഞു വിടുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ, പ്രഭാതത്തിൽ തന്നെ ഫാത്തിഹകൾ ഓതിക്കൊണ്ട് വളരെ നല്ല മനസ്സോടു കൂടി തുടങ്ങുന്ന, ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി തുടങ്ങുന്ന മദ്രസയുടെ ദിനങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. പ്രിയമുള്ളവരോട് പറയാനുള്ളത്, നമ്മുടെ മക്കളെ നിർബന്ധമായിട്ടും നാം മദ്രസകളിൽ പഠിപ്പിക്കണം. അതിലൂടെ അവർക്ക് ആത്മീയ വിദ്യാഭ്യാസം നുകർന്നു നൽകണം. വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രക്ഷിതാക്കൾ എപ്പോഴും ഉണ്ടെങ്കിൽ ഉസ്താദുമാർക്ക്, അധ്യാപകന്മാർക്ക് അത് എപ്പോഴും എളുപ്പമായിരിക്കും. കുട്ടികളുടെ ശരീരം എങ്ങനെ വളരുന്നുണ്ടോ, ശരീരത്തിനാവശ്യമായ കാര്യങ്ങളാണ് മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുന്നതെങ്കിൽ റൂഹിനാവശ്യമായ, അവർക്ക് ആത്മീയതയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ, അവരുടെ സംസ്കാരം എങ്ങനെയാകണം, സ്വഭാവം എങ്ങനെയാകണം, അവരുടെ രീതികൾ എങ്ങനെയാകണം, പെരുമാറ്റങ്ങൾ എങ്ങനെയാകണം എന്നത് രൂപാന്തരപ്പെടുന്നത് മദ്രസ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കേവലം ഒരു സ്കൂളിൽ പോകുന്ന ഒരു ബസ് സ്റ്റോപ്പാക്കി മദ്രസകളെ മാറ്റരുത്. സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള ഒരു അലാറം പോലെ എഴുന്നേറ്റ് അരമണിക്കൂറിന് മുമ്പ് മദ്രസയ്ക്ക് വിട്ട് അതിൻ്റെ കാൽ മണിക്കൂർ പഠിച്ച് 15 മിനിറ്റ് കൊണ്ടൊക്കെ കുട്ടികൾ എങ്ങനെ ഖുർആൻ പഠിക്കാനാണ്? അതുകൊണ്ട് പരമാവധി 1 മണിക്കൂർ മദ്രസ ടൈം ഉണ്ടെങ്കിൽ ആ 1 മണിക്കൂറും കുട്ടികൾക്ക് മദ്രസയിൽ കിട്ടണം. ആ രൂപത്തിൽ വളരെയധികം ഗൗരവത്തോടു കൂടി രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ, പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് ഉണർത്തി മദ്രസ വിദ്യാഭ്യാസത്തിന് ഗൗരവമായി എടുക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു.